നല്ലൊരു കൈയടി കൊടുത്ത് മലയാള സിനിമയിലേക്ക് നമ്മൾ വിളിക്കുന്നു മിസ്റ്റർ മാധവ്. എന്റെ സമയം എങ്ങനെയുണ്ട്, രക്ഷപ്പെടൂ? ശത്രുദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നാവ് നന്നായിരുന്ന ഒരു ശത്രുവിനെ പേടിക്കണ്ട. ലൈഫിൽ ടെൻഷൻ അടിക്കാൻ വേറെ പല ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഫാമിലി, ലൈക്ക് യുവർ പേഴ്സണൽ ഗ്രോത്ത്, യുവർ കരിയർ ബീങ് ആക്ടിങ്, പക്ഷേ യുവർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. തിങ്സ് ലൈക്ക് ദിസ് ദാറ്റ് യു ക്യാൻ ഫോക്കസ് ഓൺ. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള ട്രോളന്മാരോട് മറ്റാൾക്കാരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യു ഫോക്കസ് ഓൺ യുവർ ഓൺ ഗ്രോത്ത് ഇഫ് യു ക്യാൻ. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. നമ്മളെയാണല്ലോ മച്ചമ്പി. നിനക്കുള്ള പണിയെ ഞാൻ ഇന്നലെ കുറിച്ചിട്ടതാ. ഗുഡ് ബൈ. സാർ ജീവിച്ചിരുന്ന നമുക്ക് വീണ്ടും കാണാം. എന്തിനോടോ കൊന്നിട്ട് ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. എന്തിനാടാ കൊന്നിട്ട്? മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ട. നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും. ഭയങ്കരം തന്നെ. ഈ കടലില് നേരും നിറയായി ജീവിക്കാൻ തുടങ്ങിയതാ നമ്മൾ. വിട്ടേക്ക്. ഗുണ്ടകളല്ല, ഈ ഗുണ്ടേനെ കൊണ്ട് ചിരിച്ച് ചിരിച്ച് ചിരിച്ച്. എടാ, ഡീസന്റ് ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനക്ക് പറ്റി തെറ്റ്. പിന്നാലെ നടന്ന് ഉപദ്രവിച്ചിട്ടൊന്നുമല്ലോ ഞാൻ. എന്റെ സ്വകാര്യ സുഖങ്ങളിൽ ചൊറിയാൻ വരരുത്. ഇയാളെ നേരെ ക്യാമറ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഇങ്ങനെ നിൽക്കുന്ന ആൾ ഇയാളെ നേരെ ക്യാമറ വരുമ്പോ കണ്ണൊന്നും വലുതാവും, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പുരുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഗുണ്ടകളല്ല, നമ്മൾ അനാഥരാണിട്ടോ, പക്ഷേ ഗുണ്ടകളല്ല. എന്തൊരു ചോദ്യ ബ്രോ ഇത്. എന്താ ഞാൻ ഓടി പറഞ്ഞല്ലോ, ട്രോൾസ് ആ ഫൺ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്റെ അപ്പൻ നാഴേക്ക് 40 തൊട്ട് എന്നോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് അരി മേടിച്ച് കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്. എന്റെ അരിയിൽ നിങ്ങൾ മണൽ വാരിയിടരുത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഓക്കെ, സുരേഷ് ഗോപിയുടെ മകൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതെങ്കിലും ആളുകൾ പ്രതീക്ഷിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ ബെറ്റർ ചെയ്യാം. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. ഇനി എന്താ അടുത്ത പരിപാടി? അവൻ പറയുന്നത് 2026 ഇന്ത്യ ലോകകപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ടീമിൽ ഒരു അംഗം ഞാനായിരിക്കും എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്നം. അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടു സ്വർഗം.